വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമായി പഴയങ്ങാടിയിൽ നിന്നും ഷാരിമ ചേരുന്നു. ഷാരിമ, വോട്ടെടുപ്പ് സമയം പൂർത്തിയായിരിക്കുന്നു. ഇപ്പോഴും ക്യൂവിൽ ചില ബൂത്തുകളിൽ ക്യൂവിൽ വോട്ടർമാർ ഉണ്ടോ? അതേപോലെ തന്നെ സമാധാനപരമായിട്ടാണോ വോട്ടിംഗ് നടന്നത്? ഏഴോം പഞ്ചായത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഷിമിത്ത്, നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് ഇന്ന് നടന്നത്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടന്നത്. കല്ലേശ്ശേരി ബ്ലോക്കിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ കല്ലേശ്ശേരി ബ്ലോക്കിന്റെ കീഴിൽ 8 പഞ്ചായത്തുകളാണുള്ളത്. 75.2% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇവിടെ 141 വാർഡുകളിൽ 191 പോളിംഗ് ബൂത്തുകളാണ് ഉണ്ടായിരുന്നത്. ഏകദേശം സമാധാനപൂർവ്വം തന്നെയായിരുന്നു രാവിലെ മുതൽ വൈകിട്ട് വരെ ഉണ്ടായ പോളിംഗ് എന്ന് പറയുന്നത്, വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ മാത്രം രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ മാടായി ഗവൺമെന്റ് ITI മാടായി പഞ്ചായത്തിന്റെ പോളിംഗ് ബൂത്തിൽ EVM മെഷീൻ തകരാറായതിനെ തുടർന്ന് 45 മിനിറ്റോളം വോട്ടിംഗ് വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് പുനഃസ്ഥാപിച്ചിരുന്നു, വോട്ടെടുപ്പ് പുനരാരംഭിച്ചിരുന്നു. അതുപോലെ തന്നെ പുതിയങ്ങാടിയിൽ ഇതേ സമാനമായ രീതിയിൽ GMUP സ്കൂളിൽ ഈ വോട്ടിംഗ് യന്ത്രം തകരാറായതിനെ തുടർന്ന് 2 തവണ തകരാറായിരുന്നു. പുതിയ യന്ത്രം കൊണ്ടുവന്നെങ്കിലും പഴയ വോട്ടിംഗ് യന്ത്രത്തിൽ തന്നെ വോട്ടെടുപ്പ് പുനരാരംഭിക്കുകയായിരുന്നു. ആ രീതിയിൽ സാങ്കേതിക തകരാർ മൂലമുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചില ബൂത്തുകളിൽ ഉണ്ടായിരുന്നു. ഇതിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ വലിയ രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സമാധാന പൂർവ്വം തന്നെയായിരുന്നു. ഏകദേശം നേതാക്കളും മറ്റ് സ്ഥാനാർത്ഥികളും ഒക്കെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. CPM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ചെറുതാഴം പഞ്ചായത്തിലെ ചെറുതാഴം സൗത്ത് LP സ്കൂളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ CPM നേതാവും അതുപോലെ തന്നെ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള TP ദിവ്യ ഇരണ്ടാവ് ALP സ്കൂളാണ്, ഹിന്ദു ALP സ്കൂളാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ആ രീതിയിൽ സ്ഥാനാർത്ഥികളും നേതാക്കളും അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സംഘർഷത്തിന്റെ കാര്യം ചോദിച്ചത് ഇന്ന് വൈകിട്ടോടെ ഏകദേശം ഈ വോട്ടെടുപ്പ് തീരാറാവുന്ന ഒരു സമയത്തോടെ അടുക്കുമ്പോഴാണ് ഏഴോം പഞ്ചായത്തിൽ ഒരു സംഘർഷം ഉണ്ടാകുന്നത്. ഏഴോം പഞ്ചായത്തിന്റെ 12ാം വാർഡ് ഏഴോം മൂലയിൽ നെടുവന്ത്രം UP സ്കൂളിലാണ് പോളിംഗ് ബൂത്തിൽ 1ാം നമ്പർ പോളിംഗ് ബൂത്തിൽ ചെറിയ രീതിയിലെ സംഘർഷം ഉണ്ടായത്. അതിൽ സ്ഥാനാർത്ഥി ഉൾപ്പെടെ UDF സ്ഥാനാർത്ഥി MP മുഹമ്മദ് കുഞ്ഞി, അതുപോലെ തന്നെ ബൂത്ത് ഏജന്റ് ബാലകൃഷ്ണൻ, T ബോസ്, കമലാക്ഷി തുടങ്ങിയവർക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലീസ് സന്നാഹം ഉണ്ടായിരുന്നു. ശേഷം പോലീസാണ് ഇവരെ ഈ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതും ആ ഒരു പ്രശ്നം പിന്നീട് പോലീസ് നിയന്ത്രിക്കുകയുണ്ടായി. ആ രീതിയിലേക്ക് വൈകിട്ടോടെ ഈ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പഴയങ്ങാടി മേഖലയിലെ വോട്ടെടുപ്പ് സമാധാനപൂർണ്ണം തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ആ രീതിയിൽ ഇനി വോട്ടെടുപ്പ് ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. 6 മണി വരെയാണല്ലോ വോട്ടെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോ ഏകദേശം ഇതൊക്കെയാണ് ഇവിടെയുള്ള കാര്യങ്ങൾ.